ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു മല കയറിയാലോ. മല കയറാൻ ആരംഭിക്കുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ കാടുകളാണ് കേട്ടോ. റബ്ബർ മരങ്ങൾ കൊണ്ടുള്ള കാടുകളാണ്. അപ്പോൾ നമുക്ക് മല കയറാൻ ആരംഭിക്കാം. കാടിൻ്റെ ഉള്ളിലൂടെ വള്ളിപ്പടർപ്പുകൾ താണ്ടി എല്ലാ ശിഖരങ്ങളും മുള്ളുകളും ഒന്നിനെയും വകവെക്കാതെ കല്ലും മണ്ണും പാറക്കെട്ടുകളും താണ്ടി ഒരു സാഹസിക യാത്ര. വല്ലാത്തൊരു യാത്രയാണ്. ഒരേ മൂടുള്ള, ഒരേ ചിന്താഗതിയുള്ള അഡ്വഞ്ചർ ട്രാവൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വരൂ ഞങ്ങളെ കൂടെ. നിങ്ങൾക്ക് ഇതുപോലുള്ള ചാനൽ വാർത്തകൾ, ഇതുപോലുള്ള യാത്രകൾ, അതേപോലെ പുസ്തകങ്ങൾ, ഞാൻ എഴുതിയ പുസ്തകങ്ങൾ അല്ലാത്ത വേറുള്ള പുസ്തകങ്ങൾ, അതേപോലെ മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ എന്നിവയെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പുതുതായി തുടങ്ങിയ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാ അബൂക്ക ഇത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വോയിസ് അത് കളയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡ് ഉണ്ട്, അബൂക്ക എന്ന് പറയും. അവരൊരുപാട് കാടുകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അപ്പം എൻ്റെ വോയിസിൻ്റെ കൂടെ നിങ്ങൾ അതുകൂടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ആ വോയിസ് ഞാൻ കളയാത്തത്. നമ്മൾ പോകുന്ന സ്ഥലത്ത്, ഈ കാടുകളൊക്കെ ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് ഇതേപോലുള്ള ഗുഹകളുണ്ട്. ഒരുപാട് ഗുഹകളൊക്കെ കാണുന്നുണ്ട്. ഈ ഗുഹക്കുള്ളിൽ കയറിയിട്ട് ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങുകയാണിത്. ഞങ്ങൾക്ക് യാത്രികർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. സാഹസിക യാത്ര മാത്രമല്ല മറ്റു പല യാത്രകളും അതിലുണ്ട്. അപ്പം അതുപോലുള്ള യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായി ഞങ്ങൾ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് യാത്രികർ. അതിലുള്ള ആളുകളാണ് ഇപ്പൊ ഈ പോകുന്നത്. അപ്പൊ ഗുഹയിൽ എല്ലാരും കേറി ഇറങ്ങി. അപ്പം ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പോയ യാത്രകളാണ് ഇന്ന് ഫസ്റ്റ് ഞാനിത് ഇവിടെ കൊടുക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റൂട്ടിൽ പെരുവയൽ ചെറുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഇത് ഭയങ്കര എക്സ്പീരിയൻസാണ്, വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. പോയി കാണുക. ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആസ്വദിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ അതേ ടേസ്റ്റുള്ള ആളുകളെ കൊണ്ടുപോവുക. ഏതൊരു യാത്രക്കും നമ്മുടെ അതേ ടേസ്റ്റുള്ള നമ്മളുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോഴേ യാത്രയുടെ ഒരു ആസ്വാദനം കിട്ടുകയുള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെയുള്ള ഗുഹകളുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഗുഹകളുണ്ട്. ഒരു ഗുഹ കണ്ടപ്പോൾ അതിനുള്ളിലിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പാട്ട് പാടും. മുകളിലേക്കുള്ള മലകയറ്റത്തിനിടെ ഇതേപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഗുഹകളും അതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ഇരുന്ന് ഒന്ന് ആസ്വദിച്ച് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറും. ചൂടാണോ എന്ന് വെച്ച് ഇവിടെ ഒന്നും ചൂടില്ല കേട്ടോ. ഇവിടെ ഫുള്ള് മരങ്ങളല്ലേ. പിന്നെ ഈ ഗുഹക്കുള്ളിൽ ചൂടുണ്ടാവും. ഇത് പാറക്കെട്ടുകളല്ലേ മുകളിലൊക്കെ, അപ്പൊ ചൂടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഗുഹ അടച്ചിടുകയാണ് കേട്ടോ. വേറെ ആളുകൾക്കും വരേണ്ടേ, അതുകൊണ്ട് ഈ ഷീറ്റ് വെച്ച് അടച്ചിടും. എന്തെങ്കിലും ജന്തുക്കളും ഇതൊന്നും കയറാതിരിക്കാനും വേണ്ടിയിട്ടേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും മലകയറ്റം ആരംഭിക്കാം. എല്ലാവരും കൂടെ മല കയറാൻ നിൽക്കാം.
വെള്ളിപ്പടർപ്പിലൊക്കെ പിടിച്ച് കുരങ്ങന്മാരെ പോലെ ചാടി ചാടി പോവാ. പറ്റാത്തവർക്ക് ഹെൽപ്പ് ചെയ്യണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറാൻ പറ്റാത്തവർക്കൊക്കെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൗഹൃദ മെന്റാലിറ്റിയോട് കൂടി പോവാ യാത്ര. അതോ വള്ളിപ്പടർപ്പുകൾ താണ്ടി വരുന്ന അവൾക്ക് കയറാൻ പറ്റുന്നില്ല. തെസ്ലി അവൾക്ക് കയറാൻ പറ്റാത്തപ്പം മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാം. അതോ അവിടെ വീഴാൻ പോയി. പാറയിടുക്കുകൾക്കിടയിലൂടെ അതിസാഹസികമായി നടന്നു പോകുന്ന കുഞ്ഞ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. ബസ്സിലും മറ്റും പോകുമ്പോഴൊക്കെ മല കണ്ടാൽ നമുക്കിങ്ങനെ തോന്നും, ഈ മലൻ്റെ മുകളിൽ നിന്നിട്ട് ഇവിടെ ആകാശവും താഴെയുള്ള വ്യൂസും ഒക്കെ ഒന്ന് കണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നാതിരിക്കില്ല. ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലൊക്കെ തോന്നാറുണ്ട്. മലയൊക്കെ കാണുമ്പോൾ ഈ മലൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കിയെങ്കിൽ, മലമുകളിൽ ഇരുന്ന് ആകാശം കണ്ടെങ്കിൽ, മലമുകളിൽ ഇരുന്ന് ചുറ്റുപാടുകളൊന്ന് വീക്ഷിച്ചെങ്കിൽ എന്നൊക്കെ ആർക്കായാലും ഒന്ന് തോന്നിപ്പോകും. അപ്പം ആ തോന്നലിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിസാഹസികമായി മല കയറി കൊണ്ടിരിക്കുന്നു. അബുബായി കയറി പോരുന്നുണ്ട്. വലിയ റൂട്ട് മാറി കൊടുക്കി. ടെസ്റ്റിന് മാഡം അവിടെ അവിടെ അടിമലല്ല, ആ മണ്ണാട പള്ളിപ്പല്. ആ അവിടെ ഇനി ഇതിമൊക്കെ ഓട്ടി. ഇത് പിടി ആ എന്താ ഈ അസ്രഫ് ഭായി അതിലൊക്കെ ഷോട്ട് കയറി പോകാൻ പാടില്ല. ഇതുപോലെ വീണ്ടും പറയുന്നു, ഇതുപോലുള്ള യാത്രകളും അതേപോലെ പുസ്തകങ്ങൾ വായിക്കുന്നതും അതേപോലെ എന്റർടൈൻമെന്റും ഇതൊക്കെ കാണണമെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് നമ്മളെ ഉടുമ്പൻ ലത്തീഫ്കാക്കയുടെ ഭാഷ്യം. ഞങ്ങളുടെ യാത്രികർ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആളുകളാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ജലീൽ ഭായിയാണ് വരുന്നത്. യാത്രികർ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങളെപ്പോലുള്ള യാത്രനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ വരാം. ഈ യൂട്യൂബ് ചാനലിലെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ എഴുതിയാൽ മതി, ഞാൻ ആഡ് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഒരാളെ ഒളിച്ച് കളിക്കുക. എവിടേക്കാ പോയത്? എവിടെയാ ചങ്ങായി? ആ കയറി വാ. തീരെ സാഹസികമാരാ എല്ലാം. ദൈവത്തിന്റെ സൃഷ്ടികൾ, പരിസ്ഥിതി, പ്രകൃതി. ഹായ്, നമസ്കാരം. നമ്മുടെ ഏത് ചൂടിലും കണ്ടെത്തിയ തണുപ്പ് സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. ഒരു മലയാണ് മക്കളെ, 1.5 മല. യാത്ര തുടരുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഹായ് ഹായ്. അബൂക്ക 2 കുപ്പിയൊക്കെ തോളിലേറ്റി വരും. അതൊക്കെ ഇപ്പൊ തന്നെ കഴിയും. എല്ലാവരും ഒരു 4 മണിക്കൂർ കയറാണ്ട് മലക്കയറ്റം. ഓ ബാബുക്കന്റെ കളി. വഴിയിൽ വെച്ചൊരു ഫോട്ടോസ് എടുത്തു. കീഴടക്കി വരുന്ന വരവാണ്. അങ്ങനെ നമ്മൾ മലമുകളിലെത്തി. കോഴിക്കോടിന്റെ പ്രകൃതി രമണീയമായ സ്ഥലം. കഷ്ടപ്പെട്ട് എത്തിയ ആഹ്ലാദ തിമിർപ്പ്
മിണ്ടൂല ഞാൻ മിണ്ടൂല ഇവിടെ ഞാൻ തന്നെ മിണ്ടൂല ഞാൻ കുളിക്കാനുള്ള മാരനെ അരുവിയൊക്കെ ഉണ്ട് സഖി കേട്ടോ. ഏതിനാ ഇതിൽ ചില ആളുകൾ പിണക്കമെന്നോടെന്തിനാ കുളിച്ചു ഡ്രസ്സൊക്കെ അല്ല മാറി പൊന്നെ അതിനുള്ള കൽബ് സൗകര്യമൊക്കെ ഉണ്ട്. വേദന അത് ഞങ്ങൾ അന്ന് കാണിക്കാതിരുന്നതാ. കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ എന്തൊരു സംഭവം കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഫലം കണ്ടാൽ കിട്ടുന്നത് ആശ്വാസമുണ്ടല്ലോ, ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ. അതാണ് ഇപ്പൊ കണ്ടത്. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. എന്നതിന് ശേഷം വീണ്ടും തിരിച്ചിറക്കാണ്. നമ്മൾ മടക്കയാത്രയാണ് ഇപ്പോൾ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ട എന്ന് വെച്ചിട്ടാണ് മലമുകളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അധികം ചൂടൊന്നുമില്ല. ഇനി നമുക്ക് മടക്കയാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയായി സഹായിച്ച് മറ്റുള്ളവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ ഫോട്ടോ എടുക്കുന്നു ചിലർ. കല്യാണത്തിന് പോകാൻ സുന്ദരനായി വന്ന ആ പിങ്ക് ഷർട്ടിട്ട ലത്തീഫാക്ക ആകെ വേർത്ത് കുളിച്ചിരിക്കുന്നു. ആ പിങ്ക് ഷർട്ട് മാറ്റിയിട്ട് വേണം ഇനി കല്യാണത്തിന് പോകാൻ. വരുമ്പോ സുന്ദരക്കുട്ടമ്മമാരായതൊക്കെ ഇപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ഈ യാത്രയും ഈ ചാനലും കണ്ടതിന്, ഇത്രയും നേരം കണ്ടിരുന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും സാഹസികമായിട്ടിറക്കാണ്. കരിയിലകൾക്കിടയിലൂടെ, പാറക്കെട്ടുകൾക്കിടയിലൂടെ, വള്ളിപ്പടപ്പുകൾക്കിടയിലൂടെ ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും ഒന്നും പേടിയില്ലാതെ നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടാത്തൊരു മലകയറ്റം, ഒരിറക്കം, വല്ലാത്തൊരു ആസ്വാദനം. ഗുഹക്കുള്ളിലേക്കൊരു നുഴഞ്ഞു കയറ്. പണ്ട് ആലിബാബയും 6 കള്ളന്മാരും എന്ന കഥ വായിച്ചിട്ടില്ലേ? തുറക്കൂ സീസേ. അതേപോലുള്ള ഗുഹകള്. ഗുഹക്കുള്ളിലേക്കൊന്ന് കയറിയാലോ? നമുക്ക് പറ്റും. നമുക്ക് അടുത്ത് തന്നെ ഇതാ കോഴിക്കോട് ജില്ലയിൽ. അപ്പം എല്ലാവരോടും ബൈ.